പോണ്ടായി ജംഗ്ഷനിൽ കൂഗി ബീച്ചിക്ക് ബസ് പിടിക്കാൻ പോവാണ്. അതിൽ ഓട്ടപ്പാച്ചിലാണ്. ഞങ്ങൾ ഓടണുണ്ടോ. ഞങ്ങളവിടെ എത്തി. ബീച്ചിൽ ഒരു പാർക്കാണ്. എന്നിട്ടാണ് ബീച്ച്. എന്നിട്ട് ഹോളിഡേയ്സ് ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇറ്റ്സ് ഷോ ഈസ് എ ബ്യൂട്ടിഫുൾ ബീച്ച് ഇൻഡീഡ്. അപ്പം നമ്മൾ ഇവിടെ ഫാമിലിയും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ബീച്ചാണ്. എന്നിട്ട് ചില ആൾക്കാർ മാറ്റിലും ചില ആൾക്കാർ റഗ്ഗിലും. ഞങ്ങളവിടെ പോയിട്ട് ഞങ്ങൾ ബീച്ചിലിറങ്ങാൻ തീരുമാനിച്ചു. കടലിൽ കളിക്കാൻ പോവാണ്. നട്ടുച്ചയ്ക്ക് തണുത്ത വെള്ളത്തിൽ പഞ്ചാര മണ്ണുണ്ട്. കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ട് ഞങ്ങൾ കോസ്റ്റൽ വാക്കിട്ട് പോവാണ്. ഞങ്ങൾ കോസ്റ്റൽ വാക്ക് എന്താണെന്ന് എനിക്കറിയില്ല. കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒരു കോസ്റ്റൽ വാക്കിന് പോവാണ്. എനിക്ക് നല്ല ഇഷ്ടം കോസ്റ്റൽ വാക്സ്. ഇനി നമുക്കൊരു ക്ലിഫിൻ്റെ മേലേക്കാണ് പോകുന്നത്. ക്ലിഫിൻ്റെ സ്റ്റേഴ്സാണ്. മലയുടെ മേളിൽ കയറി. എന്നിട്ട് അവിടെ എന്തൊരു ഫിഗർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്താ ഫിഗർ എന്ന് എനിക്ക് ഫൗണ്ട് ഔട്ട് ചെയ്യണം. ഞങ്ങൾ എല്ലാവരും നോക്കി എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായി. ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്താണ്. കാരണം ഒരു കുത്തനെ സ്ഥലത്താണ്, താഴെയാണ് ബീച്ച്. അപ്പോൾ ആൾക്കാരുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ടാണ് അത് ആദ്യം വേലി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ്. ബ്ലൂ സ്കൈയും ബ്ലൂ ഓഷനും ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്തൊരു ഭംഗി കളറാ. കോസ്റ്റൽ വാക്കിന്. കോസ്റ്റൽ വാക്ക് എന്ത് ഭംഗിയാണ്. അപ്പോഴാണ് ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. എന്താണെന്നറിയാം, ഇവിടെ ഒരു കോസ്റ്റൽ വാക്കിൻ്റെ ഷോർട്ട് കട്ടാണ് ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ചുമ്മാ അങ്ങനെ നടക്കുമ്പോഴാണ് പക്ഷി ഇപ്പം അങ്ങോട്ട് പറന്നു പോയേ. ഞങ്ങൾ പോയപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് സർപ്രൈസ് ഉണ്ട്. എന്താന്ന് വിചാരിക്കും, പപ്പിക്കുട്ടി എന്ത് ക്യൂട്ടായിട്ടുള്ള. പക്ഷെ അങ്കലത്തെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. അതാണ് മിസ്റ്റീരിയസ്.
ഓക്കെ ഗായ്സ്, അപ്പം പാണ്ഡ്യ ബീച്ചിൽ നിന്ന് കൂഗി ബീച്ചിലേക്കുള്ള വാക്ക് വേ ആണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബീച്ച് കണ്ടു, ഞങ്ങൾ സർപ്രൈസായി. ഓക്കെ, അത് പറയേണ്ട സത്യമാണ്. ഞങ്ങൾ ഒരു ബീച്ച് കണ്ടിട്ട് ഞങ്ങൾ സർപ്രൈസായി. അത്രയ്ക്കും തിരയൊന്നും ഇല്ലാത്തൊരു ബീച്ചായിരുന്നു, പക്ഷേ ഡേഞ്ചറസ് ബീച്ചാണ് പറഞ്ഞു. സോഫേഴ്സ് തന്നെ ഉള്ള ബീച്ചാണ് അത്. അപ്പം ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയില്ല, ഞങ്ങൾ ബീച്ചിൻ്റെ ഭംഗി കണ്ടിട്ട് പോവാണ്. നടക്കുമ്പോൾ ഒരു മരത്തിൻ്റെ കൂടെയുള്ള സ്റ്റെപ്സാണ്. അപ്പം ഈ സൈഡ് കടലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്നുവെച്ചാൽ പ്ലാന്റ്സും നേച്ചറും ആണ്. ഇവിടെ ഈ സൈഡ് നല്ല ഭംഗിയാണ്, ഫോട്ടോഷൂട്ട്സൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ കുഞ്ഞു പൂക്കളും കുഞ്ഞ് ഇൻസെക്ട്സും സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. നടക്കുമ്പോൾ ഒരു മെറ്റലിൽ എന്തോ കുറേ റിബൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ സാധനം എനിക്കൊന്നും പിടിയിട്ടില്ല, പക്ഷെ അറിയുമെങ്കിൽ കമൻറ്റ് ബിലോ. ഭംഗിയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ റോക്കിൽ ഇങ്ങനെ കയറി കയറി പോകാനാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. എന്നിട്ട് ഞങ്ങൾ നല്ല അഡ്വഞ്ചേഴ്സ് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്ത് ഇവിടുത്തെ പാറകൾ കണ്ട പ്രകൃതി ചിത്രപ്പണികൾ ചെയ്ത് വെച്ച പോലെയാണ്, നല്ല ഭംഗിയാണ്. So we spent a lot of time here. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നടന്ന് ഞങ്ങളൊരു സ്വിമ്മിംഗ് പൂളിലെത്തി. ഞങ്ങൾ നല്ല സ്വെറ്റിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലെത്തിയത് ഒരു അമേരിക്കയിലായി. സ്വിമ്മിംഗ് പൂളിൽ പോവാനായിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. We knew we could count on a swimming pool for our day. As usually എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല പേടിയായിരുന്നു, പക്ഷെ പപ്പ got company with me. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സ്വിം ചെയ്യുന്നു, പക്ഷെ ഐ ആം സോ സോറി അല്ലേ, എനിക്ക് സ്വിം ചെയ്യാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ സ്വിം ചെയ്യും.
അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ ബസ് എത്താനായിട്ടാണ്. ഇവിടെ ഇപ്പോൾ സമയം 8 മണിയായി രാത്രി. So guys, we are going to wind up our video now. See you in my next video. Bye bye.